വശീകരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ മഞ്ജിമയോട് സംസാരിക്കുകയാണ്. മീനാക്ഷിയും കുഞ്ഞും എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ രാത്രി നല്ല കരച്ചിലാണ്, അതുകൊണ്ട് തന്നെ ചേച്ചി ഉറങ്ങിയിട്ടില്ല, രാവിലെ കിടന്നുറങ്ങുന്നു എന്ന് പറയുകയാണ്. അല്ല കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം, അവർ കിടന്നുറങ്ങിക്കോട്ടെ, അല്ലാതെ മറ്റ് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ മഞ്ജിമയാണെങ്കിൽ അയാളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതെ, ചേച്ചിയും കുഞ്ഞും എഴുന്നേൽക്കാനായിട്ട് ഒരുപാട് നേരമാവില്ലേ, സാറ് ഇവിടെ ഇരുന്ന് മുഷിയണമെന്നില്ല, എനിക്കിപ്പോൾ ഇത് അന്യവിടായിട്ട് തോന്നുന്നില്ല എന്ന് ചന്ദ്രമോഹൻ പറയുന്നു. അങ്ങനെ അയാൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഞ്ജിമയ്ക്കാണെങ്കിൽ എന്ത് പറഞ്ഞ് ഒഴിവാക്കണമെന്ന് അറിയുന്നില്ല. ആ സമയത്താണ് കുഞ്ഞുമായിട്ട് മീനാക്ഷി ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമോഹൻ ആ കാഴ്ച കണ്ട് ഷോക്കാവുന്നു. അങ്ങനെ അയാളാണെങ്കിൽ എഴുന്നേറ്റ് മീനാക്ഷിയുടെ അടുത്തേക്ക് പോവുകയാണ്. പ്രസന്നയും വരുന്നുണ്ട്. മീനാക്ഷി, ഇതെന്ത് പറ്റി, വല്ല അസുഖമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പ്രസന്നയാണെങ്കിൽ നിന്ന് പരുങ്ങുന്നുണ്ട്. മഞ്ജിമയും പിന്നെന്താ മീനാക്ഷിക്ക് പറ്റിയതെന്നിങ്ങനെ പ്രസന്നയോട് ചോദിക്കുമ്പോൾ അവൾക്ക് കുഞ്ഞിനെ പിരിയുന്നതിൻ്റെ വിഷമം. മീനാക്ഷി, തൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല സാറേ, എൻ്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല, നിങ്ങൾ ആണല്ലേ, നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. പിന്നെ എൻ്റെ വിഷമം മനസ്സിലാവണമെങ്കിലേ കുഞ്ഞിനെ പിരിയുന്ന ഒരമ്മയോട് ചോദിക്കാം. എൻ്റെ ഹൃദയമാണ് എല്ലാവരും എടുത്തു കൊണ്ടുപോകാൻ നോക്കുന്നത്. മീനാക്ഷി, എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇതിനൊക്കെ സമ്മതിച്ചത് ആയിരിക്കും, പക്ഷേ തലച്ചോറ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അളക്കാൻ പറ്റുന്ന ഒന്നല്ല ഇതെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ പ്രസന്നയോടും മഞ്ജിമയോടും ചന്ദ്രമോഹനാണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് മീനാക്ഷിയും ഞങ്ങൾ തമ്മിലുള്ള കരാറ് മാത്രമല്ല, ഇത് നമ്മളെല്ലാവരും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് അവളെ നല്ല ബുദ്ധി ഉപദേശിക്കുന്നതായിരിക്കും നല്ലത്. നല്ല സമയം നോക്കിയിട്ട്. ഇത്രയും ദിവസം ഞങ്ങൾ കരാറിൽ പറഞ്ഞതെല്ലാം പാലിച്ചു, പക്ഷേ എല്ലാവരും മീനാക്ഷി ഉപദേശിച്ച് കുഞ്ഞിനെ കൈമാറാനുള്ള കാര്യങ്ങൾ നടത്തിയേക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. പ്രസന്നയും മഞ്ജിമയും ആകെ വല്ലാതെയാവുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ബ്രോക്കറുമായിട്ട് സംസാരിച്ച് വീടിൻ്റെ ഉടമസ്ഥരുമായിട്ട് തുളസിയാണെങ്കിൽ ആ വീട്ടിലേക്ക് വരികയാണ്. താക്കോൽ കൈമാറുന്നുണ്ട്. വീടൊക്കെ ചുറ്റി കാണണമെന്ന് തുളസി ആവശ്യപ്പെടുമ്പോൾ അതിനെന്താ, കണ്ടേക്കാം. അങ്ങനെ തുളസി വീടൊക്കെ ചുറ്റി കാണുകയാണ്. ഉടമസ്ഥനാണെങ്കിൽ വാടകയുടെ കാര്യം മറ്റുമൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് വന്നിട്ട് തുളസീധരൻ പറയുന്നുണ്ട്, വീട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സാറ് പറഞ്ഞ ആ വാടക 5000 രൂപ തരാനായിട്ട് പറ്റില്ല, ഒരു 4000 രൂപ, 1000 രൂപ കുറച്ച് തരണമെന്ന് തുളസീധരൻ പറയുമ്പോൾ ഇത് ഫുള്ളി ഫർണിച്ചറാണ്, അതുകൊണ്ട് അതിന് അനുസരിച്ചിട്ടുള്ള വാടക വാങ്ങണ്ടേ, ഒരു 4500 രൂപ, അതിനപ്പുറത്തേക്കില്ല ഇപ്പുറത്തേക്കില്ല എന്ന് തുളസിയോട് ഉടമസ്ഥൻ പറയുന്നു. എന്തായാലും ഞാനും എൻ്റെ മക്കളും ഭാര്യയും ഇങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ പറയുകയാണ്. സന്തോഷം. അങ്ങനെ അവർ താക്കോൽ കൈമാറ്റം നടത്തുകയാണ്. അതിനുശേഷം തുളസിയാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പ്രസന്ന ചോദിക്കുകയാണ്, എന്തായി പോയ കാര്യമെന്ന്. പോയ കാര്യം എന്താവൻ, നല്ല വീടാണ്, ഇതിനേക്കാൾ സൗകര്യമുണ്ട്, ഞങ്ങൾക്കും ഒന്ന് വീട് കാണണമായിരുന്നു എന്ന് പ്രസന്ന പറയുമ്പോൾ, ഇനി ഇതിനെ കാണുന്ന 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമല്ലേ, പിന്നെ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കെട്ടിപ്പൂട്ടി വെച്ചോ, ഇപ്പം തന്നെ കെട്ടിപ്പൂട്ടി വെക്കാൻ തുടങ്ങിക്കോ, ഇനി കുഞ്ഞിനെ കൈമാറുക, അതോടുകൂടി നമ്മൾ ഇവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് പ്രസന്ന പറയുന്നുണ്ട്, അക്കാര്യത്തിലാണ് ആശങ്ക. എന്താശങ്ക? അവർ വിളിച്ചില്ലേ, അവർ വിളിച്ചിട്ട് ഇനിയും ദിവസങ്ങൾ നീട്ടിയോ? അതല്ല, ഇവിടെ മീനാക്ഷിയുടെ കാര്യം ആകെ കഷ്ടത്തിലാണ്. എന്ത് കഷ്ടം? അവൾ കുഞ്ഞിനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതല്ലേ, തീരുമാനിച്ചിട്ടാണല്ലോ ഇങ്ങനെ കീശയിൽ കാശിട്ടിട്ട് ഓരോ പരിപാടികൾ ചെയ്ത് ഒപ്പിച്ചത്. ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊടുക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവുക? അവളാകെ കരച്ചിലും പിഴിച്ചിലൊക്കെയാണ്. പിന്നെ അതിനിടയിൽ പോയിട്ട് കുഞ്ഞിനെ കൊടുക്കാനുള്ള കാര്യങ്ങൾ വിളിച്ചോ ചോദിച്ചോ എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്തായാലേ അവർ മറ്റന്നെങ്ങ് വരും ശനിയാഴ്ച, അപ്പോൾ കുഞ്ഞിനെ ഇങ്ങ് കൊടുത്തേക്കണം. എന്നിട്ടേ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിക്ക് പുറകെ തന്നെ നമ്മളും ആ വാടക വീട്ടിലേക്ക് പോകണം. പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ആളുകളൊന്നും കുഴപ്പമില്ല, കെട്ടിക്കാൻ പ്രായമുള്ള 2 പെൺമക്കളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മീനാക്ഷി പഠനം കഴിഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇത് കേട്ടിട്ട് പ്രസന്ന പറയുന്നു, അവിടെ പോയപ്പോൾ അയൽക്കാരൊക്കെ ആയിട്ട് ബന്ധം കൂടാല്ലേ, ഇവിടുത്തെ പോലെ വേണ്ടല്ലേ, അത് പിന്നെ അവിടെ പോയ ബന്ധം കൂടാലോ, കാരണം കുഞ്ഞ് നമ്മുടെ കയ്യിലില്ലല്ലോ എന്നൊക്കെ തുളസി പറയും. എന്തായാലും മീനാക്ഷിയുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ തുളസി പറയുന്നുണ്ട്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൈമാറണമെന്നൊക്കെ പ്രസന്നയോട് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പോഴാണ് തുളസീധരൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, ചന്ദ്രമോഹനാണ്. അതെ തുളസിയേട്ട, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? മറ്റന്നാൾ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ, അത് പറയാൻ വേണ്ടിയിട്ടാണോ? എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി മതിയാകൂ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട് മാറാനെന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മറ്റന്നാൾ പറ്റില്ല, ഞായറാഴ്ച പറ്റുള്ളൂ. ഇതെന്താ ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാതെ പെരുമാറുന്നത്? ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണല്ലോ. ഇനിയും കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല, അത് പാമ്പോ പൈതാരിയോ ഒന്നും അല്ലല്ലോ. ഏട്ടൻ ഒരു ദിവസം ക്ഷമിക്കുക, മേനോൻ സാറും കുടുംബവും ഇങ്ങോട്ട് ശനിയാഴ്ച എത്തത്തുള്ളൂ, അതുകൊണ്ടാണ് ഞായറാഴ്ച കുഞ്ഞിനെ കൈമാറാമെന്ന് പറഞ്ഞത്. ഇത് കേട്ട് തുളസിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യപ്പെടുത്തരുത് ചേട്ടാ, ഒരു ദിവസമല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ശരി, എന്തായാലും ഞായറാഴ്ച, വാക്ക് മാറ്റിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ ഫോൺ വയ്ക്കുകയാണ്. പ്രസന്ന ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അവർ വീണ്ടും വാക്ക് മാറ്റി എന്നിങ്ങനെ പ്രസന്നയാണെങ്കിൽ ഞെട്ടലോട് ചോദിക്കുന്നു. അതെ, ഞായറാഴ്ചത്തേക്കാക്കി, ഒരു ദിവസമല്ലേ, നമുക്ക് ക്ഷമിക്കാമല്ലോ. അങ്ങനെ
തുളസി പറയുന്നുണ്ട് ഇനി എങ്ങാനും മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അവരറിയുമെന്നൊക്കെ. എന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞുമായി സംസാരിക്കുന്നു. അമ്മയുടെ അടുത്തിൽ നിന്നും പോയാൽ അമ്മയുടെ പൊന്നിനെ ആര് നോക്കും? അമ്മയുടെ മോൾ ഭക്ഷണം കഴിച്ചോ, പാല് കുടിച്ചോ എന്നൊക്കെ അമ്മ എങ്ങനെ അറിയും? അമ്മയെപ്പോലെ നിന്നെ ക്ഷമയോടുകൂടി നോക്കാൻ ആർക്ക് കഴിയുമെന്നൊക്കെ കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയ്ക്കും പൊന്നിനും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം, നമുക്ക് പിരിയേണ്ട എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് മഞ്ജിമ വരുന്നത്. അവളാണെങ്കിൽ ഈ സംസാരങ്ങളൊക്കെ കേട്ട് ആകെ ഷോക്കായി പോവുകയാണ്. കാരണം മീനാക്ഷി മരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ സംസാരിക്കുന്നതുകൊണ്ട് തെറ്റ്? എൻ്റെ ഹൃദയത്തെയാണ് എല്ലാവരും പിരിച്ചെടുക്കാൻ നോക്കുന്നത്. ആർക്കും എൻ്റെ വിഷമം മനസ്സിലാവില്ല. ഈ കുഞ്ഞ് എൻ്റേതാണ്, അത് ആർക്കും മാറ്റിമറിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ചേച്ചി കാശ് നമ്മൾ വാങ്ങി കീശയിലിട്ടില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ഈ കുഞ്ഞിനെ കൊടുത്തേ മതിയാകൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ പോയി ജീവിച്ചോ, പോയിക്കോ, പക്ഷേ എന്നെയും കുഞ്ഞിനെയും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ മീനാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, പറയരുത്. പക്ഷേ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചേച്ചി അതൊക്കെ മറക്കും എന്നൊക്കെ ഇങ്ങനെ മഞ്ജിമ ഉപദേശിക്കുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിൽ പൊട്ടി കരയാണ് ചെയ്യുന്നത്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുന്നു. മഞ്ജിമ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ കരയല്ലേ, ആ കൊച്ചിനെ എങ്ങാനും കിടത്ത്, ആ കൊച്ചൻ ഉറങ്ങട്ടെ എന്നൊക്കെ പറയണം. എന്തായാലും മീനാക്ഷിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവുന്നില്ല. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മഞ്ജിമയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്, ആ കാഴ്ചകൾ കണ്ട് നിൽക്കാനാവാ. പിന്നീട് മഞ്ജിമയും പ്രസന്നയും വീട് മാറാനുള്ള ഒരുക്കങ്ങളിലാണ്. മഞ്ജിമ പ്ലേറ്റും മറ്റും തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസന്ന അങ്ങോട്ട് വരുന്നുണ്ട്. എടി വേഗം ചെയ്യേ, അമ്മേ എനിക്കെന്തോ പേടി തോന്നുന്നു. എന്താടി? ചേച്ചി അവിടെ ഇല്ലേ? അവിടെ രാവിലെ മുറി കയറി വാതിലടച്ചിരിക്കുക. എന്തെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോലും വന്നിട്ടില്ല. അമ്മേ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നതിൽ ചേച്ചിക്ക് ഒരു താല്പര്യമില്ല. അതെനിക്കും അറിയാം. അവൾ എന്തൊക്കെ പറഞ്ഞാലും പെറ്റമ്മയല്ലേ, കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രസവത്തോട് കൂടിയിട്ട് കുഞ്ഞ് മരിച്ചു പോകുന്ന എത്ര അമ്മമാരുണ്ട്, അവർ പിന്നെ മരിക്കാൻ പോകുന്നുണ്ടോ? അത് കേട്ടിട്ട് മഞ്ജിമയുടെ കയ്യിലെ പ്ലേറ്റും വീണ് പോവുകയാണ്. പ്രസന്ന ഷോക്കാവുന്നു. അമ്മേ ചേച്ചി അങ്ങനെയുള്ള സംസാരമൊക്കെ പറഞ്ഞിരുന്നു എന്നോട്, ഞാൻ കേട്ടിരുന്നു. ചേച്ചിയുടെ മാനസികാവസ്ഥ വല്ലാത്തൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി ഈ ലോകത്തല്ല മറ്റേതോ ലോകത്താണ്. അങ്ങനെ പ്രസന്നയ്ക്കാണെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുകയാണ്. മഞ്ജിമ പറയുന്നുണ്ട് ചേച്ചിയെ ശ്രദ്ധിക്കണം, കുഞ്ഞിനെ കൈമാറുന്നത് വരെയും അത് കഴിഞ്ഞാലും ചേച്ചി ആത്മഹത്യ മറ്റു ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇത് കേട്ടിട്ട് പ്രസന്നയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ മഞ്ജിമയെ നോക്കുന്നുണ്ട്. അതേ അമ്മേ, ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു, ഇനി രാത്രിയും പകലും എപ്പോഴും ചേച്ചിയുടെ മേലെ ഒരു കണ്ണ് വേണം, ഉറങ്ങാതെ എൻ്റെ കണ്ണും ഉണ്ടാവും, അമ്മയും അതുപോലെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രസന്നയാണെങ്കിൽ പേടിയോട് കൂടിയിട്ട് മീനാക്ഷിയുടെ റൂമിലേക്ക് അങ്ങനെ നോക്കുകയാണ്. പിന്നീട് അവർ കുറച്ച് നേരം എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ രാത്രി മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം ഏതോ ഒരു ലോകത്ത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രസന്ന അങ്ങോട്ട് വരുന്നത്. പ്രസന്നയ്ക്കാണെങ്കിൽ ശരിക്കും ഒരമ്മയുടെ അല്ലെങ്കിൽ കുഞ്ഞിനെ വേർപിരിയുന്ന ഒരമ്മയുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം മീനാക്ഷി കുഞ്ഞിനെ തൊട്ടിയിലേക്ക് വെച്ചിട്ടും ആ താരാട്ടുപാട്ടിൻ്റെ താളം